സോ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയടാ. ക്വസ്റ്റ്യൻ നമ്പർ 18, 18ാമത്തെ ചോദ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മക്കളെ ചോദിച്ചിരിക്കുന്നത് ബൈനറി സൊല്യൂഷൻ എന്നുള്ള. അപ്പൊ ആക്ച്വലി ഇത് എവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നത്, സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റൗൾട്ട്സ് ലോയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള, അതായത് വേപ്പർ ഫേസിലെയും ലിക്വിഡ് ഫേസിലെയും പാർഷ്യൽ പ്രഷേഴ്സിനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ ഓഫ് ടു വോളറ്റൈൽ ലിക്വിഡ് കോമ്പൗണ്ട്സ് 1 and 2. Chi1 and Y1 are the mole fractions 1, അല്ലെങ്കിൽ X1 and Y1 are the mole fractions of compound 1 in liquid and vapor phase respectively. The slope and intercept of the linear plot 1 by X1 versus 1 by Y1 are given respectively as. അപ്പോൾ അത് താഴെ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിക്കേടാ, എന്താണ് ഇവിടെ നമുക്ക് എന്ത് പറയാം, ഫോർ എ ലിക്വിഡ് സൊല്യൂഷൻ, ഫോർ എ ബൈനറി സൊല്യൂഷൻ നമുക്ക് പറയാം പാർഷ്യൽ പ്രഷർ ഓഫ് 1 വിൽ ബി ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു y1 പ്ലസ് പ്ലസ് അല്ല പി ടോട്ടൽ ഇൻറ്റു y1 വിച്ച് ഈസ് ഈക്വൽ ടു പി നോട്ട് ഓഫ് 1 പ്യുവർ പ്രഷർ ഇൻറ്റു x1. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറയാം P total by x1 which is equal to P naught of 1 by y1. P total പകരം എനിക്ക് മാറ്റി എഴുതാം. എന്ത് എഴുതാം? P naught of 1 into chi1 y1 x1 plus P naught of 2 into x2 divided by x1 which is equal to P naught of 1 by y1. or ഇതിനെ ഞാൻ മാറ്റിയിട്ട് എന്ത് എഴുതുന്നു, ഐ എം റൈറ്റിംഗ് ഹിയർ പി നോട്ട് ഓഫ് 2 ഇൻറ്റു 1 മൈനസ് x1 പ്ലസ് പി നോട്ട് ഓഫ് 1 ഇൻറ്റു x1 ഡിവൈഡ് ബൈ x1 വിച്ച് ഈസ് ഈക്വൽ ടു പി നോട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ y1 or പി നോട്ട് ഓഫ് 2 പ്ലസ് P naught of 1 minus P naught of 2 into x1 divided by x1 is equal to P naught of 1 by y1. Or I can write P naught of 2 divided by x1 plus P naught of 1 minus P naught of 2 equal to P naught of 1 by y1. Or I can write 1 by x1 plus P naught of 1 minus P naught of 2 divided by P naught of 2. ഇവിടെ നമ്മൾ എന്താ ഡിവൈഡ് by P naught of 2. You can get which is equal to P naught of 1 by y1 or I can write material P naught of 2 into 1 by y1. Okay. So ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ 1 by x1 is equal to P naught of 1 by P naught of 2 1 by y1 plus P naught of 2 minus P naught of 1 divided by P naught of 2 divided by P naught of 1 divided by P naught of 2. That is y is equal to m x plus c. X axis y axis 1 by chi1 അല്ലേടാ, ഇത് y axis എഴുതുന്നു, x axis 1 by y1, x axis ഇത് എഴുതി mx plus c. Therefore സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്ലോപ്പ് ഈസ്, ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക, സ്ലോപ്പ് P01 by സ്ലോപ്പ് എന്ന് പറയുന്നത് P01 by P02. അതേപോലെ തന്നെ y ഇന്റർസെപ്റ്റ്
ഇന്റർസെപ്റ്റ് equal to p naught of 2 minus p naught of 1 divided by p naught of 2. So അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 1 will be your answer. ഓക്കെ, കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നില്ലെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി എന്താണ് കാൽക്കുലേഷൻ ഡെറിവേഷൻ പോലെ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് വരാനുണ്ടെന്ന് മാത്രം. ക്ലിയർ ആണോ മക്കളെ?